ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് ലോക്സഭയിൽ. മനുഷ്യാവകാശ തത്വങ്ങളോടുള്ള ഇന്ത്യയുടെ സുസ്ഥിരമായ പ്രതിബദ്ധത ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. കേരളത്തിൽ 2,73,67,000 പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഈ മാസം 26-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ചണ്ഡീഗഡിൽ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്കിന്ന് മറുപടി നൽകും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ച രാജ്യസഭയിൽ ഇന്ന് പുനരാരംഭിക്കും. ഇന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം. 1948 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന മനുഷ്യാവകാശ ദിന പരിപാടികളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മനുഷ്യാവകാശ തത്വങ്ങളോടുള്ള ഇന്ത്യയുടെ സുസ്ഥിരമായ പ്രതിബദ്ധത ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണമാണ് മനുഷ്യാവകാശങ്ങളുടെ പ്രധാന സ്തംഭമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മനുഷ്യാവകാശ ദിനാഘോഷം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്താൻ കേരളം ഓരോ ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി മന്ത്രി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 1,53,37,176 വോട്ടർമാരും 38,994 സ്ഥാനാർത്ഥികളുമുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ആകെ 11,274 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെയും വിതരണം രാവിലെ ആരംഭിച്ചു. പോളിംഗ് സ്റ്റേഷനുകളായും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളായും നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം കേന്ദ്രങ്ങൾക്ക് ഇന്നും വോട്ടെടുപ്പ് ദിവസമായ നാളെയും അവധി നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധിയാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വോട്ട് രേഖപ്പെടുത്താനെത്തുന്ന സമ്മതിദായകർ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ തിരിച്ചറിയൽ കാർഡ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ സ്ലിപ്പ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SLC സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസ കാലയളവിന് മുൻപ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണം തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവനക്കാർക്ക് നൽകുന്ന ഓഫീസ് ID കാർഡ് കൂടി രേഖയായി ഉപയോഗിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പ് ഇന്നലെ അവസാനിച്ചു. ആകെ 70.91% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത്. ഇരുഘട്ടങ്ങളിലും ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. ആലപ്പുഴ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അമ്പലക്കടവ് വാർഡിലെ 1ാം പോളിംഗ് ബൂത്തായ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാളെ റീപോളിംഗ് നടത്തും. വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് റീപോളിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമ്മതിദായകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് വോട്ടെണ്ണലിനെയും സത്യപ്രതിജ്ഞയെയും കുറിച്ച് മനസ്സിലാക്കാം. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുന്നത്. തുടർന്ന് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണും. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടുകൾ ഒരേ ടേബിളിലായിരിക്കും എണ്ണുക. വോട്ടെണ്ണൽ പുരോഗതി ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളും കൌൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞാ തീയതിയും ആദ്യ യോഗം വിളിച്ചു ചേർക്കുന്നത് സംബന്ധിച്ചും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും. അതനുസരിച്ചുള്ള തുടർ നടപടി ബന്ധപ്പെട്ട ഭരണാധികാരികൾ സ്വീകരിക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കമ്മീഷൻ നിശ്ചയിക്കുന്ന തീയതികളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളും നടത്തും. നിർദ്ദിഷ്ട തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെടുന്നവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
വ്യാജരേഖ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന പരാതിയിൽ മലപ്പുറം പുളിക്കൽ പഞ്ചായത്തിലെ 3 പേർക്കെതിരെ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു. പേര് ചേർത്തയാളുടെ പിതാവ്, പുളിക്കൽ പഞ്ചായത്തിലെ വാർഡ് 16 മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥി എന്നിവർക്കെതിരെയാണ് കേസ്. 18 വയസ്സ് തികയാത്ത ആളുടെ SSLC സർട്ടിഫിക്കറ്റിലെ ജനന തീയതിയിൽ കൃത്രിമം നടത്തി വ്യാജരേഖകൾ സമർപ്പിച്ചുവെന്നാണ് കേസ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം പ്രക്ഷേപണം ചെയ്യും. നാളെ രാവിലെ 9:55, വൈകിട്ട് 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളിലൂടെ വോട്ടെടുപ്പിന്റെ തത്സമയ വിവരങ്ങൾ ശ്രോതാക്കളിൽ എത്തിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇന്നലെ വരെ 2,73,67,000 പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 98.26%. SIR-ന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോമുകൾ കൈപ്പറ്റിയിട്ടുള്ള വോട്ടർമാർ അത് പൂരിപ്പിച്ച് അടുത്തുള്ള വില്ലേജ് ഓഫീസുകളിലോ താലൂക്ക് ഓഫീസുകളിലോ BLO-മാരെയോ ഏൽപ്പിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ SIR-മായി പൂർണ്ണമായും സഹകരിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പ്രമുഖ സാംസ്കാരിക ആത്മീയ ഉത്സവങ്ങളിലൊന്നായ ദീപാവലിയെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി യുനെസ്കോ. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടന്ന സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള ഭരണകൂട ഐക്യസമിതിയുടെ 20ാമത് സെഷനിലാണ് ഈ പ്രഖ്യാപനം. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. കാനനപാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർ ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്ന് രാവിലെ 11 വരെയുള്ള കണക്കുപ്രകാരം 40,224 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇതിൽ 4,027 പേർ സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം നടത്തി. ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരുടെ ഒഴുക്കാണ് സന്നിധാനത്ത് കൂടുതലായും അനുഭവപ്പെടുന്നത്. ഈ മാസം 26-ന് മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 5 മത്സരങ്ങളുള്ള ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാമത്തെ മത്സരം നാളെ ചണ്ഡീഗഡിൽ നടക്കും. വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. ഇന്നലെ ഒഡീഷയിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു. 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 74 റൺസ് നേടുന്നതിനിടെ എല്ലാവരും പുറത്തായി. FIH ഹോക്കി ജൂനിയർ വനിതാ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഉറുഗ്വയെ പരാജയപ്പെടുത്തി ഇന്ത്യ. സാന്റിയാഗോയിൽ നടന്ന മത്സരത്തിൽ ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ച കളിയിൽ ഷൂട്ടൌട്ടിലൂടെ 1-3 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയം നേടിയത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ സ്പെയിനിനെ നേരിടും. അഡ്മിറൽ കപ്പിനായുള്ള 14ാമത് പായ് വഞ്ചിയോട്ട മത്സരം ഏഴിമലയിൽ പുരോഗമിക്കുന്നു. 30-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള നാവിക സേനാംഗങ്ങളാണ് എട്ടിക്കുളം ബീച്ചിൽ നടക്കുന്ന വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 17ലേക്ക് മാറ്റി. രേഖാമൂലം എതിർപ്പ് അറിയിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അറിയിച്ചു. 30ാമത് IFFK അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തിരിതെളിയും. ചലച്ചിത്രമേളയിൽ ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ 5 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഉദ്ഘാടന ചിത്രമായി ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 പ്രദർശിപ്പിക്കും. ഔഷധ ഗുണമേറിയ ഞവര അരിയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഞവര ഉണ്ണി എന്നറിയപ്പെടുന്ന പാലക്കാട് ചിറ്റൂർ പൊട്ടേത്ത് നാരായണനുണ്ണി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ വീട്ടുവളപ്പിൽ നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 73 പോയിന്റ് നഷ്ടത്തിൽ 84,593-ലും നിഫ്റ്റി 8 പോയിന്റ് നഷ്ടത്തിൽ 25,831-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. സ്വർണ്ണം ഗ്രാമിന് 80 രൂപ ഉയർന്ന് 11,945 രൂപയും പവന് 640 രൂപ വർദ്ധിച്ച് 95,560 രൂപയുമാണ് ഇന്നത്തെ വില. നിലമ്പൂർ വനത്തിൽ 8 ദിവസം നീണ്ടുനിന്ന കടുവകളുടെ കണക്കെടുപ്പ് അവസാനിച്ചു. റേഞ്ച് ഓഫീസ് പരിധിയിലുള്ള വനമേഖലകളെ ബ്ലോക്കുകളായി തിരിച്ചാണ് സെൻസസ് നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ ഇന്ന് ലോക്സഭയിൽ. മനുഷ്യാവകാശ തത്വങ്ങളോടുള്ള ഇന്ത്യയുടെ സുസ്ഥിരമായ പ്രതിബദ്ധത ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ നാളെ വിധിയെഴുത്ത്. കേരളത്തിൽ 2,73,67,000 പരം എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന ഈ മാസം 26-ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ ചണ്ഡീഗഡിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.